ആമോ എന്താ പരിപാടി ഇന്ന്? ഇന്നേ എന്തൊക്കെ എടുത്തുവെച്ചിട്ടുള്ള ഇവിടെ? ഇന്ന് കൊറേ സംഭവം ഉണ്ട്. എന്റെ അപ്പൊ തന്നെ ഒരുപാട് സാധനങ്ങളോ. അപ്പൊ ഇത്ര ഐറ്റംസ് മൊത്തത്തിലൊന്ന് കാണിക്കാല്ലേ? അതെ. അങ്ങനെ മക്കാന നല്ല റോസ്റ്റായി. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പിഗ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പൊടിച്ച എല്ലാ സാധനങ്ങളും ഇതിലിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫ്രോട്ടി മിക്സ് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ബോൾ ഉണ്ടാക്കാം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആമോ എന്താ പരിപാടി ഇന്ന്? ഇന്നേ എന്തൊക്കെ എടുത്തുവെച്ചിട്ടുള്ള ഇവിടെ? ഇന്ന് കൊറേ സംഭവം ഉണ്ട്. എന്റെ അപ്പൊ തന്നെ ഒരുപാട് സാധനങ്ങളോ. അതെന്താന്നറിയോ? ഏട്ടന് ഓർമ്മ വരുന്നില്ല ഈ സാധനം ഇങ്ങനെ എടുത്തു വെച്ചത് കണ്ടിട്ട്? ലഡു കഴിഞ്ഞല്ലേ? ലഡു ഉണ്ടാക്കാനായി. അതന്നെ. അപ്പൊ ലഡു കുറച്ച് ദിവസമായില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ലഡു ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഏതായാലും ഇന്ന് ഉണ്ടാക്കല്ലേ, അപ്പൊ നമ്മുടെ ഫാമിലിക്കും കൂടി കാണിച്ചു കൊടുക്ക. ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു കൊടുക്ക. അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഞാൻ പ്രോട്ടീൻ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഫിഗ് ഞാൻ വെള്ളത്തിട്ടിട്ട് കുതിർത്തി വെച്ചതാണ്. പിന്നെ പിസ്ത എടുത്തു വെച്ചിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, പംകിൻ സീഡ് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതിന് മലയാളത്തിൽ ചെറുചാണ വിത്ത് എന്നും പറയൂ കേട്ടോ. പിന്നെ എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, കറുത്ത എള്ള്, കൈകി ഉണക്കി വെച്ച എള്ളാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാൾനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് മക്കാന എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കാന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ താമരമുട്ട എന്നും പറയൂ ഇതിന്. ഇത് ഇത്ര ഉള്ളത് നോക്കണ്ട, ഇത് വറുത്ത് പൊടിക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് എടുക്കാം. ഞാനിത് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിയ സീഡ് എന്ന് പറയും, ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിപ്പട്ടി എന്ന് പറഞ്ഞാൽ പനഞ്ചക്കര എന്നും പറയൂ ഇതിന്. പിന്നെ കുറച്ച് ആൽമണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലേവറിന് ഒരു 2-3 ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഗീ, പിന്നെ ഇത് തേനാണ്, ചെറുതേന്, അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എല്ലാം ഡ്രൈ ആക്കണം അല്ലേ? എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഓക്കെ. ഇത്ര ഐറ്റംസ് മൊത്തത്തിലൊന്ന് കാണിക്കാം അല്ലേ? അതെ. എല്ലാം ഒന്നും കൂടി കാണിച്ചു കൊടുത്തു. ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കണമല്ലോ. നമുക്ക് ഓരോന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് 3 ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഫ്ലാക്സ് സീഡ് ഇട്ടു, എള്ള് ഇട്ടു, പിന്നെ ചിയ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് 3നും കൂടി ഒരേ ചൂട് മതി. അപ്പോൾ ഞാൻ 3 ഒരുമിച്ച് ഇട്ടതാണ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിട്ടേ വറുക്കാവൂ കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ പൊട്ടുന്ന സൗണ്ട് കേൾക്കണ്ട. ഈ പാകത്തിനാവുമ്പോൾ നമുക്കിത് ഇറക്കാം. ഇനി നമുക്ക് പംകിൻ സീഡ് ഇട്ട് വെക്കാം. ഇതെല്ലാം ചൂടാക്കണം, സെപ്പറേറ്റ് ചൂടാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ആവും, ഒന്ന് റോസ്റ്റ് ആവില്ല. അങ്ങനെയാണ് ടേസ്റ്റ് വ്യത്യാസം വരും. അതന്നെ. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ചെറിയ തീ വെച്ചിട്ടേ ചൂടാക്കാവൂ കേട്ടോ. അങ്ങനെ ഇത് റോസ്റ്റായി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് കടല ഇട്ട് കൊടുക്കാം. നിലക്കടല, പിസ്ത ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ കടലയും പിസ്തയും കൂടി ചൂടായി ഇട്ട് കൊടുക്കാം. എല്ലാവരും പാത്രത്തിലേക്ക് ഇടണല്ലേ? അത് പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാഷ്നട്ട് ഇട്ട് വെക്കാം. കാഷ്നട്ട് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യാം. അങ്ങനെ കാഷ്നട്ട് റോസ്റ്റായി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിങ്ങനെ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മിസ്സാവരുത് എന്ന് പറഞ്ഞിട്ടാ. ചിലപ്പോൾ അത് മറന്നു പോകരുത്, അതിനകത്ത് കൊടുക്കാം. അല്ല, ഇപ്പോൾ കാണുന്നവർ ചിലർ വിചാരിക്കേ ഇതെന്തിപ്പോൾ ഇതൊക്കെ ഒരു ലഡു ഉണ്ടാക്കുന്ന വീഡിയോ അല്ലേ എന്ന് വിചാരിച്ചു. അയാൾ ഇത് ചിലതിൽ ഞാൻ കുറേ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. എല്ലാ വീഡിയോയിലും ഇപ്പോൾ എല്ലാവരും ചേർക്കണമെന്നുണ്ടാവില്ല.
കുറേ സാധനങ്ങൾ ചേർക്കുന്നുണ്ടാവും. അപ്പോൾ അത് ചിലതിങ്ങനെ മിസ്സാവരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ 2 സാധനം ഒരുമിച്ച് റോസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ആൽമണ്ട് നല്ല റോസ്റ്റായി മാറ്റി കൊടുക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സൗണ്ട് കേൾക്കാണ്ട്. വാൽനട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ മക്കാന നല്ല റോസ്റ്റായി. ഇനി ഇത് നമുക്കും ഉണ്ടാ അങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരണം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്താലേ ഇത് പൊടിക്കാൻ പറ്റുള്ളൂ. മിക്സിയിലിട്ട് ഒന്ന് ക്രസ് ചെയ്യണം. അതുവരെ നമുക്ക് അപ്പോഴത്തേക്ക് ഈ ഡേറ്റ്സ് എടുത്തിട്ട് കുരു കളയാം നമുക്ക്. എന്നിട്ട് ഇത് അടുപ്പത്ത് വെക്കാം. അങ്ങനെ ഞാൻ പനഞ്ചക്കര ഒന്ന് മെൽറ്റ് ചെയ്തു. അതെല്ലാം എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഇത്രയും ബാക്കിയാക്കിയിട്ടുണ്ട്. മധുരം ആവശ്യത്തിന് ഇട്ടാൽ മതി. ഡേറ്റ്സ് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് മതിയാവും. അങ്ങനെ ഡേറ്റ്സ് കുരു കളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് വേവട്ടെ. അങ്ങനെ ഇത് നല്ല വെന്ത് ഉടയണം. ഏട്ടനും കൂടിയിട്ടുണ്ട് കുരു എടുക്കാൻ. എവിടെ കുരു ഇതിൽ മിസ് ചെയ്തിട്ടുണ്ടാ നോക്കുക. പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുരു ഇടേണ്ട അടുത്ത് ഡേറ്റ്സ് ഇടേണ്ട അടുത്ത് കുരു ഇടും അല്ലേ? ഇത് വേവുന്ന നേരം കൊണ്ടേ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഫിഗിനെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ. അങ്ങനെ ശർക്കരയും ഡേറ്റ്സും കൂടിയിട്ട് ഒന്നും കൂടി വെന്ത് അരിയാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പിഗ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. ഈ പിഗ് ഉണ്ടല്ലോ, ഇത് വയറിന് വളരെ നല്ലതാട്ടോ. ഇത് വെറുതെ വെള്ളത്തിട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതൊന്നും നല്ലതാട്ടോ. അങ്ങനെ ഇവിടെ കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ്. ദുബായിൽ എത്ര കാലം കഴിച്ചു. ഇവിടെ വന്നപ്പോൾ ഇതൊന്നും കഴിക്കുന്നില്ല. അപ്പൊ വിലയും കൂടുതലാണ്. അങ്ങനെ പറയുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇതിൽ യോജിക്കത്തെ. എന്നിട്ട് ഇത് വയറ്റിന്ന് പോവാത്തവർക്കും നല്ലതാട്ടാ. രാവിലെ വെറും വയറ്റിൽ ഇത് വെള്ളത്തിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ് ഈ സാധനം. അങ്ങനെ ഡേറ്റ്സൊക്കെ വെന്ത് ഇതാ അലിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇതാ ഒരു നുള്ളു മതി, ഒരു ടേസ്റ്റ് ഒരു ബാലൻസ് കിട്ടാൻ. പിന്നെ ഇതിൽ ഇപ്പോൾ ലേസം ഒന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടേ. ഇത്ര മതി. ഇവിടെ നെയ്യിൻ്റെ ടേസ്റ്റൊന്നും അധികം ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. കുറച്ചും കൂടി വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇതൊക്കെ ഒരേ കളറിലിരിക്കുന്നു അല്ലേ? കൊണ്ടുപോയി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതാക്കി ഇത് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ പൊടിച്ച എല്ലാ സാധനങ്ങളും ഇതിലിട്ട് കൊടുത്തു. നിറച്ചുണ്ട് അല്ലേ? കാണുമ്പോൾ കുറേ ഉള്ള പോലെ ഉണ്ട്. അങ്ങനെ നമുക്കിതെല്ലാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സാധനം എങ്ങനെയാണ് ആയി വരുന്നത് നമുക്ക് നോക്കാം. അതെ ഏട്ടന് ദുബായിൽ ഉള്ള സമയത്താണ് ഞാൻ ഇത് അധികം ഉണ്ടാക്കാറുണ്ടായത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല ഒന്നാമത്തെ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഏട്ടന് മനസ്സിലായി ഇത് എത്രത്തോളം പണിയുണ്ടെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം വെച്ചാല് ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. ഇത് എന്തെല്ലാം ഇടുന്ന ടേസ്റ്റ് ഉണ്ട്, മധുരം ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോയി വരുമ്പോൾ നീ അത് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. 2-3 പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാക്കും. അതെ അതെ. അങ്ങനെ ഇനി എന്താ ഇതില് ഇടാനുള്ളത്? ഇനി നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, തേനും ഇട്ട് കൊടുക്കാറുണ്ട്. അതിൽ തേനേ ഒന്ന് തണുക്കണം. ഇത് ചൂടോടെ ഒരിക്കലും തേനയിൽ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ ചൂടോടെ ചേർത്ത് കൊടുത്താൽ വിഷമായി മാറുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ചൂടുവെള്ളത്തിലായാലും തേൻ ഒഴിച്ച് കുടിക്കരുത് എന്നാ പറയുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ കുടിക്കണം എന്നൊക്കെയാണ് കേൾക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഇനി ഏലക്കപ്പൊടി ഒന്ന് കുത്തിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ഏലക്ക കുത്തിയതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ടി മിക്സ് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ബോൾ ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പാത്രം മാറ്റി കൊടുത്തു വിട്ടാ, ഇല്ലെങ്കിൽ ഇത് നിറഞ്ഞു പോകുമായിരുന്നു. ഫ്രൈ പാൻ ചെറുതായി പോയില്ല. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി കൊടുത്തു. അങ്ങനെ നമുക്കിത് തണുത്തു. ഇതൊക്കെ നല്ല ചൂടാറി തേൻ വെച്ച് കൊടുക്കാം. നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് പാകത്തിനുള്ള ചൂടായി. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോളാക്കി കൊടുക്കാം. ഒരു ഇത്ര വലിപ്പത്തിലുള്ള ബോളാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ ലഡു റെഡിയായി. ഇതാ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ തണുത്തതിൻ്റെ ശേഷം ടിന്നിലാക്കി വെക്കാം. പിന്നെ രാവിലെ ഒന്ന്, വൈകുന്നേരം ഒന്ന് ഡെയിലി കഴിക്കുക. പിന്നെ നമ്മൾ കാച്ചിയ എയർ ഓയിൽ ഇട്ടിട്ട് തലയും കഴുകുക. അപ്പോൾ എയർ ഗ്രോത്ത് നല്ലോണം ഉണ്ടാവും, മുടി കൊഴിച്ചിൽ കുറയും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഒരെണ്ണം കൊടുത്താൽ മതി. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ സാധനം. ഉണ്ടാക്കിയാൽ ആർക്കും വേണ്ടാന്ന് പറയില്ല. കൊടുത്ത സാധനം തിരിച്ചു തരില്ല ഒരിക്കലും. ഏട്ടന് കഴിച്ചു നോക്കണ്ട? കഴിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ ലഡു നമുക്ക് കഴിച്ചു നോക്കിയാലോ? ഓ, അതിനെന്താ തരാലോ. എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ? നമുക്ക് ടേസ്റ്റ് അറിയാനാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കുക. ഞങ്ങളിത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. മധുരം പാകത്തിനുള്ള അത് മതി. മധുരം ഞങ്ങൾ ആ ശർക്കര എല്ലാം ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക്, നല്ല മധുരം വേണ്ടവർക്ക് ആ ശർക്കര മുഴുവൻ ഇടുക കേട്ടോ, കറക്റ്റാവും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.